മാവേലിക്കരയിലുള്ള ദീപം ലോ അക്കാഡമിയുടെ LLB എൻട്രൻസ് ക്ലാസ്സുകൾ ഡിസ്കസ് ചെയ്യാനാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. ഓൾ ഇന്ത്യ റേഡിയോയുടെ ആസ്ഥാനം എവിടെയാണ്? ഓൾ ഇന്ത്യ റേഡിയോയുടെ ആസ്ഥാനം എവിടെയാണ്? ന്യൂഡൽഹിയാണ്. ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് ഓൾ ഇന്ത്യ റേഡിയോ. ആൻസർ ന്യൂഡൽഹിയാണ്. എവിടെയാണ്? ന്യൂഡൽഹിയാണ് ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് ഓൾ ഇന്ത്യ റേഡിയോ. ആൻസർ ന്യൂഡൽഹി. അതുപോലെ തന്നെ ഓൾ ഇന്ത്യ റേഡിയോയുടെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. ഓൾ ഇന്ത്യ റേഡിയോയുടെ കേരളത്തിലെ ആസ്ഥാനം എവിടെയാണ്? തിരുവനന്തപുരമാണ്. ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് ഓൾ ഇന്ത്യ റേഡിയോ ഓഫ് കേരള. ആൻസർ ട്രിവാൻഡ്രം. അതുപോലെ തന്നെ ഓൾ ഇന്ത്യ റേഡിയോയെ ആദ്യമായിട്ട് ആകാശവാണി എന്ന് വിളിച്ചതാരാണ്? രവീന്ദ്രനാഥ ടാഗോറാണ്. രവീന്ദ്രനാഥ ടാഗോർ കോൾഡ് ഓൾ ഇന്ത്യ റേഡിയോ ആസ് ആകാശവാണി. അതുപോലെ പറയുകയാണെങ്കിൽ ജനങ്ങളെ റേഡിയോയിലൂടെ അഭിസംബോധന ചെയ്യുവാൻ വേണ്ടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആരംഭിച്ച പദ്ധതി ഏതാണ്? മൻ കി ബാത്ത്. ദ പ്രോജക്റ്റ് സ്റ്റാർട്ടഡ് by our honorable Prime Minister Narendra Modi for introducing people through All India Radio. Answer മൻ കി ബാത്ത്. ജനങ്ങളെ റേഡിയോയിലൂടെ അഭിസംബോധന ചെയ്യുവാൻ വേണ്ടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആരംഭിച്ച പദ്ധതിയാണ് മൻ കി ബാത്ത്. അതുപോലെ പറയുകയാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് FM ആരംഭിച്ച എവിടെയാണ്? മദ്രാസ്. FM വാസ് ഫസ്റ്റ് സ്റ്റാർട്ടഡ് അറ്റ് മദ്രാസ് ഇൻ ഇന്ത്യ. അതുപോലെ തന്നെ കേരളത്തിൽ ആദ്യമായിട്ട് FM ആരംഭിച്ച എവിടെയാണ്? കൊച്ചിയിലാണ്. FM വാസ് ഫസ്റ്റ് സ്റ്റാർട്ടഡ് അറ്റ് കൊച്ചി ഇൻ കേരള. കേരളത്തിൽ ആദ്യമായിട്ട് FM ആരംഭിച്ച എവിടെയാണ്? കൊച്ചിയാണ്. അതുപോലെ ഇന്ത്യയിലെ ആദ്യത്തെ പ്രൈവറ്റ് റേഡിയോ ചാനൽ ഏതാണെന്ന് അറിയാമോ? ഏതാണ്? റേഡിയോ മാംഗോ ആണ്. റേഡിയോ മാംഗോ വാസ് ദ ഫസ്റ്റ് പ്രൈവറ്റ് റേഡിയോ ചാനൽ ഓഫ് ഇന്ത്യ. റേഡിയോ മാംഗോ വാസ് സ്റ്റാർട്ടഡ് ബംഗളൂരു ഓൺ 2007. 2007 റേഡിയോ മാംഗോ ആദ്യമായിട്ട് പ്രവർത്തനം ആരംഭിക്കുന്നത്. അതുപോലെ തന്നെ ഓൾ ഇന്ത്യ റേഡിയോയുടെ ആപ്തവാക്യം എന്താണ്? ഓൾ ഇന്ത്യ റേഡിയോയുടെ ഒരു ആപ്തവാക്യമുണ്ട്. ബഹുജനഹിതായ ബഹുജന സുഖായ. മോട്ടോ ഓഫ് ഓൾ ഇന്ത്യ റേഡിയോ. ആൻസർ ബഹുജനഹിതായ ബഹുജന സുഖായ. ഓൾ ഇന്ത്യ റേഡിയോയെ ആകാശവാണി എന്ന് വിളിച്ചതാണ് രവീന്ദ്രനാഥ ടാഗോറാണ്. രവീന്ദ്രനാഥ ടാഗോർ കോൾഡ് ഓൾ ഇന്ത്യ റേഡിയോ ആസ് ആകാശവാണി. അതുപോലെ തന്നെ റേഡിയോ കണ്ടുപിടിച്ചതാരാണ്? മാർക്കോണി. റേഡിയോ വാസ് ഡിസ്ക്രൈബ്ഡ് ബൈ മാർക്കോണി. രണ്ട് ക്വസ്റ്റ്യൻ പറഞ്ഞുതരാം. ഇന്ത്യൻ ക്വസ്റ്റ്യൻ. ATM എന്ന് പറഞ്ഞാൽ ഓട്ടോമേറ്റഡ് ടെല്ലർ മെഷീനാണ്. അതുപോലെ ഇന്ത്യയിലെ ആദ്യത്തെ ATM എവിടെയാണ്? HSBC മുംബൈയാണ്. ഫസ്റ്റ് ATM ഓഫ് ഇന്ത്യ. ആൻസർ HSBC മുംബൈ. ഫസ്റ്റ് ATM ഓഫ് കേരള ബ്രിട്ടീഷ് ബാങ്ക് ഓഫ് മിഡിൽ ഈസ്റ്റ് ട്രിവാൻഡ്രം. കേരളത്തിലെ ആദ്യത്തെ ATM ബ്രിട്ടീഷ് ബാങ്ക് ഓഫ് മിഡിൽ ഈസ്റ്റ് ട്രിവാൻഡ്രമാണ്. ലോകത്തിലെ ആദ്യത്തെ ATM എവിടെയാണ്? ലണ്ടൻ. ഇന്ത്യയിലെ ആദ്യത്തെ മിൽക്ക് ATM എവിടെയാണ്? ആനന്ദ്, ഗുജറാത്ത്. ഫസ്റ്റ് മിൽക്ക് ATM ഓഫ് ഇന്ത്യ ആനന്ദ്, ഗുജറാത്ത്. കേരളത്തിലെ ആദ്യത്തെ മിൽക്ക് ATM എവിടെയാണ്? പത്തനംതിട്ടയിലാണ്. ഫസ്റ്റ് മിൽക്ക് ATM ഓഫ് കേരള. ആൻസർ പത്തനംതിട്ട.